ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിൽ തന്നെ 2-3 വീഡിയോ ചിലപ്പം ഓരോ ദിവസം വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. ആരും വിചാരിക്കരുത് എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടാണെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒറ്റ ദിവസം തന്നെ സമയം കിട്ടുമ്പോൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഞാൻ വീഡിയോസ് ഇടുന്നില്ല എന്നുള്ള പരാതി ഒരുപാട് കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മുമ്പ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എന്താണ് റിവ്യൂസ്, ഫേസ് ഫോട്ടോസ് റിവ്യൂസ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് റിവ്യൂസ് വിടാറുണ്ട്, പക്ഷേ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പിന്നെ വാണ്ടഡ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫോട്ടോസ് അയക്കൂ എന്ന് പറയുമ്പം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ട് അവർ എന്തോ എനിക്ക് എന്തോ അത് ചോദിക്കാൻ പറ്റാറില്ല. പക്ഷേ ചില കസ്റ്റമേഴ്സ് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്, പക്ഷേ എനിക്കത് വൺ ടൈം സീലാണ് അവർ അയച്ചു തരാറുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണത് കമൻ്റ് ഇടുന്നത്? ഇപ്പോൾ ഇത് എനിക്കൊരു കസ്റ്റമർ അയച്ചെന്നൊരു റിവ്യൂ ആണ്, അവരുടെ ഹാൻഡിൻ്റെ റിവ്യൂ ആണിത്. നമ്മുടെ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് അവരിത് അയച്ചിരുന്നിരിക്കുന്നത്. ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്, നമ്മളുടെ മാർവാസ് ബ്രൈറ്റനിങ് ക്രീമിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം നാച്ചുറലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ നാച്ചുറലി എന്താ പറയുക, നമ്മുടെ അടുക്കളയിൽ തന്നെ എല്ലാത്തിനുള്ള മരുന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ നാച്ചുറലി നമുക്ക് കളർ ഇമ്പ്രൂവ്മെൻറ്റും പിഗ്മെൻറ്റേഷൻ, ടാന്, അതുപോലെ തന്നെ എല്ലാം റിങ്കിൾസ് എല്ലാം പോകാനുള്ള റെമഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാശ്മീർക്ക് വരുന്ന വീഡിയോ ചെയ്തിരുന്നു. ആകെ ക്ഷീണിച്ചിട്ട്, കാരണം ഞാനും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരണം കഴിഞ്ഞു, അതിൻ്റേതായ ബിസിയും കാര്യങ്ങളായി എൻ്റെ ഫേസ് അത്രമാത്രം ഡള്ളായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാനൊരു 4 days അല്ലെങ്കിൽ 5 days അടുപ്പിച്ച് ക്രീം യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടാണ്. ഞാനൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഡക്ട്സ് നിർത്തി കഴിഞ്ഞാൽ പഴയതുപോലെ ആകുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളൊരു കടലപ്പൊടി ഫേസിൽ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് മാർവാസിൻ്റെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നില്ലേ, രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ ഇന്ന് കഴിച്ചു എന്ന് ചോദിച്ചാൽ നാളെ കഴിക്കാതിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് സ്കിന്നിന് വേണ്ടുന്ന ഭക്ഷണമാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിലൂടെ നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഈ വെയിലത്ത് പോയി വരുമ്പോൾ ഒക്കെ കാര്യങ്ങളായിട്ട് ടാന് വീണ്ടും അടിഞ്ഞു കൂടിയിട്ടാണ് നിങ്ങളുടെ ഫേസ് നല്ല ഡാർക്ക്നെസ്സും ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ കളറും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം റിസൾട്ട് എന്നുള്ളത് ഞാൻ മുമ്പ് ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ തന്നെ അറിയിക്കുക. അല്ലാതെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇൻഷാല്ലാ ഷെയർ ചെയ്യാം. പിന്നെ എനിക്കുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോട്ടോ സഹിതം തന്നെ എനിക്ക് അയച്ചു തരിക. നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇതൊക്കെ റബ്ബ് ചെയ്ത് മായച്ചിട്ട് മാത്രമാണ് നിങ്ങളാണെന്ന് മനസ്സിലാത്ത രീതിയിൽ മാത്രം വെച്ചിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കാരണം കളിയാക്കുന്നത് നമുക്ക്, കാരണം ചില കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെ തട്ടിപ്പല്ലേന്ന്. യൂസ് ചെയ്തവർക്ക് അറിയാം ഇത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ എൻ്റെ ക്രീം ഇതുപോലെ ഒരു ജെൻ കസ്റ്റമർ ഇൻസ്റ്റന്നാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അവരിതുപോലെ നോക്കട്ടെ, എനിക്ക് എന്തായാലും നിങ്ങൾ തരും, ഇത് കിട്ടിയിട്ട് ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും കെമിക്കൽ ഫീൽ എനിക്ക് ഇതാകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഒരുപാട് റാഷായിട്ട് സംസാരിച്ചിട്ടാണ് ആൾ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഇസ് ഫസ്റ്റ്. ഞാൻ അയച്ചു കൊടുത്തു. മാഷാ അല്ലാ, അവർ 10 ദിവസം കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. മർവ തുറന്ന് നോക്കിയപ്പോൾ തന്നെ കൺഫേം ആയി ഇത് എത്രത്തോളം നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. കാരണം കുങ്കുമൊക്കെ അങ്ങനെ അതിൽ കാണാനുണ്ട്. കാരണം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊരു കെമിക്കൽ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കില്ല മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ക്രീമിന് വരുന്നത്. പിന്നെ അത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. പിന്നെ ചിലർ പറയുന്നുണ്ട് അതിൻ്റെ ഓയിലിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലാണെന്നുള്ളത്. നമ്മൾ ഫേസ് ബ്രൈറ്റനിങ് ഓയിലാണ് അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രീമി കൺസിസ്റ്റൻസിയിലാവുമ്പോൾ ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പം. എനിക്ക് തോന്നുന്നു ജെൻസ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് ക്രീം തന്നെയാണ് കേട്ടോ. സോപ്പും ക്രീമും ഫസ്റ്റ് പ്രിഫറൻസ് പറയുകയാണെങ്കിൽ സോപ്പാണ്, പിന്നെ ക്രീം. ഓയിൽ ജെൻസ് വാങ്ങിക്കുന്നത് ഹെയർ ഓയിലാണ് കൂടുതൽ. ബ്രൈറ്റനിങ് ഓയിൽ ലേഡീസാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു മേക്കിങ്ങിൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി കൺസിസ്റ്റൻസിയിൽ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റിലും അതുപോലെ നിങ്ങൾക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാം. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടൂലേ? അപ്പോൾ പറയണ്ട, അപ്പോൾ ഇത് മാത്രം പറയാം. ഓക്കെ, പിന്നെ ഷിയ ബട്ടർ, ബീസ് വാക്സ്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, അതുപോലെ തന്നെ നമ്മളുടെ കുങ്കുമം, സാഫ്രോൺ, ഒറിജിനൽ കശ്മീരി സാഫ്രോൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ, ഗ്ലിസറിൻ, ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് 10 വയസ്സുള്ള കുട്ടിയാണ് യൂസ് ചെയ്യാമോ? ചെയ്യാം. 8 വയസ്സുള്ള കുട്ടിയാണ് യൂസ് ചെയ്യാമോ? ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല ചെറിയ മക്കൾക്ക് 1 വയസ്സ് 2 വയസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബ്രൈറ്റനിങ് സോപ്പും ഓയിലുമാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഓയിലാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഒരുപാട് ലെങ്ത് ആക്കി പറയുന്നില്ല. ക്രീമിൻ്റെ പ്രൈസ് വരുന്നത് 999 റുപ്പീസാണ്, 999 രൂപ. നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നില്ല. എൻ്റെ അടുത്ത് 2-3 ക്രീമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. എൻ്റെ അടുത്ത് നിങ്ങൾ ഒരു ക്രീം എടുത്തിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരണേ ഇത്താന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയും ഡിസ്കൗണ്ട് തരണേ പറഞ്ഞ് ഡിസ്കൗണ്ട് വാങ്ങിച്ചിട്ട് അന്ന് പേയ്മെൻറ്റ് ചെയ്യാണ്ട് 2 ദിവസം കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ സെയിലിനനുസരിച്ചാണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ ക്രീമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട്സും പിന്നെ ജെൻസിന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കസ്തൂരി മഞ്ഞൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താടീൻ്റെ ഇവിടെ ഒന്നും വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഇനിയിപ്പോൾ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടെങ്കിൽ സിറവും ഫേസ് ബ്രൈറ്റനിങ് സോപ്പും എടുക്കുക, യൂസ് ചെയ്യുക. ആണുങ്ങൾക്ക് ബ്രൈറ്റനിങ് സോപ്പ് ഒരുപാട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ആണുങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. 2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ 10 എണ്ണം 15 എണ്ണമൊക്കെ ബൾക്കായിട്ട് ഓർഡർ തരുന്നവരുണ്ട്. എന്താണെന്നറിയില്ല, ജെൻസ് വൺസ് യൂസ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഫ്രണ്ട് സർക്കിളിൽ വല്ലാതെ ഷെയർ ചെയ്തിട്ട് പിന്നെ അവർ ബൾക്കായിട്ടാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലപോലെ ഭക്ഷണം കഴിക്കുക. ആരെന്ത് പറഞ്ഞാലും ആത്മഹത്യയിലോട്ട് പോവാണ്ടിരിക്കുക, ധൈര്യത്തോട് പുറത്ത് വന്ന് ജീവിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.